പെപ്പയ്ക്കും അനാൻഷയ്ക്കും എതിരെ ഗുരുതര ആരോപണങ്ങളായിട്ട് പിന്നെ ഡോക്ടർ ഡ്രേക്ക് പിന്നെ പുതിയ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും അനാൻഷ അതിൽ പെട്ടതാണ് സംഭവം. കാട്ടാളൻ എന്ന മൂവിയിലെ സെറ്റിൽ വെച്ചിട്ട് പിന്നെ പെപ്പയ്ക്കുണ്ടായ പിന്നെ പീഡന പരാതി, ഒരു ആ അലിഗേഷൻ ഒത്തുതീർപ്പാക്കാനായിട്ട് അനാൻഷ വഴിയാണ് പെപ്പെ പിന്നെ 25 ലക്ഷം രൂപ പിന്നെ കൊടുത്ത് സെറ്റിൽമെൻറ്റ് ചെയ്തത്. അപ്പോൾ അതൊക്കെയാണ് ഇപ്പോൾ ഈ ഡോക്ടർ ഡ്രേക്കിൻ്റെ വീഡിയോയിൽ പിന്നെ ഡോക്ടർ ഡ്രേക്ക് പറയണതും. അതുപോലെ തന്നെ എൻ്റെ കാസറ്റും അതിലൊരു പിന്നെ എൻ്റെ കാസറ്റിനെ കോൾ ഔട്ട് ചെയ്തിട്ടുണ്ട് അതിനകത്ത്. അപ്പോൾ ഫുള്ളി ഈ എക്സ്റ്റോർഷൻ കഥകൾ പിന്നെ ഒന്നും ഡെലിബറേറ്റ്ലി അല്ലെങ്കിൽ ഇവർ ഫാബ്രിക്കേറ്റ് ചെയ്ത സ്റ്റോറീസൊന്നുമല്ല. ഇതൊക്കെ ശരിക്കും നമ്മുടെ കേരളത്തിൽ നടക്കുകയാണ്. അപ്പോൾ കേരള പോലീസ് എന്ന് പറയുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ എടുത്ത് വിശദീകരണങ്ങൾ നോക്കി പഠിച്ച് പിന്നെ അതിനൊരു തീരുമാനം എടുക്കേണ്ടതാണ്. കാരണം ഇവരെയൊക്കെ കണ്ടാണ് വളരുന്ന അല്ലെങ്കിൽ വരുന്ന തലമുറയ്ക്ക് പിന്നെ ഇൻഫ്ലുവൻസേഴ്സിനെ കണ്ടിട്ടാണ് പിന്നെ അവർ കുട്ടികൾ തന്നെ പിന്നെ മുന്നോട്ട് വരുന്നത്. അപ്പോൾ ഇവരെയൊക്കെ ചോദ്യം ചെയ്ത് ഇവരെയൊക്കെ ഒരു കുറ്റം പിന്നെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നിയമ നടപടി എടുക്കേണ്ടതും കേരള ഗവൺമെൻറ്റാണ്. അപ്പോൾ പറഞ്ഞു തന്നെ ഫുള്ള് ഇൻഫ്ലുവൻസേഴ്സിൻ്റെ കാര്യം തന്നെയാണ്. ഇപ്പോൾ ഞാൻ പിന്നെ ഇതിനുമ്പോൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഹെൽനോസ് പാട്ട, ഇന്നത്തെ വിഷയം ഹെൽനോസ് പാട്ട എന്നൊക്കെ പറയുമ്പോൾ ഇവർ ഇതിനകത്ത് മൊത്തം നന്മ മരം കളിക്കുന്ന ടീമുകളാണ്, മനസ്സിലായില്ലേ? സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഈ പറഞ്ഞ എൻ്റെ കാസറ്റ് അവൻ ഭൂലോക പിന്നെ എന്താ പറയാൻ പിന്നെ വാക്കുകളില്ല എന്നൊക്കെ പറയും പോലെ ആ സംഭവമാണ്. ഇൻസ്റ്റാഗ്രാം ജഡ്ജിയായിട്ടൊക്കെയാണ് ഫുള്ള് പിന്നെ പുള്ളിക്കാരനെ എല്ലാവരും പൊക്കി വെച്ചിട്ടുള്ളത്. അപ്പം പുള്ളിക്കാരൻ അറിയാതുള്ള പിന്നെ ഒരു ലൈവ് വീഡിയോ പോയായിരുന്നു. പുള്ളിക്കാരൻ സംഭവം അവിടെ ഇരുന്നിട്ട് ബോങ് വലിക്കുകയാണ്. അതായത് ഏറ്റവും കൂടിയ സാധനം, കഞ്ചാവിൻ്റെ ഏറ്റവും കൂടിയൊരു സാധനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതൊക്കെ അലിഗേഷൻസാണ്. ഇതൊക്കെ പിന്നെ ഇപ്പോൾ വരുന്ന കോൺട്രവേഴ്സിയാണ്. ശരിക്കും പറഞ്ഞാൽ കുട്ടികൾ ഇതൊന്നും പോയി കണ്ടല്ലെങ്കിൽ ഇവരുടെ വലയിലൊന്നും പോയി വീഴാണ്ടിരിക്കുക. ഇവരുടെ അടുത്തൊക്കെ പോയിട്ട് പിന്നെ രഹസ്യങ്ങൾ പറയാണ്ടിരിക്കുന്നതാണ് നല്ലത്. കാരണം പറഞ്ഞ ആൾക്കാർ ഇന്ന് പിന്നെ കുറേ കഷ്ടപ്പെടുന്നുണ്ട്. ഒരു സെറ്റിൽമെൻറ്റ് ഇതിൽ പൈസ വാങ്ങിച്ചിട്ട് അവരിൽ നിന്നും പൈസ മേടിച്ച് പിന്നെ അവരെ ഒറ്റി കൊടുക്കാൻ വേണ്ടി മറ്റേ ആൾക്കാരിൽ നിന്ന് പൈസ വാങ്ങിച്ച്, അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങളാണ് ഇന്ന് ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു സംഭവം കോൾ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മാക്സിമം യൂട്യൂബ് ഷെയർ ചെയ്ത് ഈ വീഡിയോ ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഓക്കെ.